ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി വൺ വേർഡ്. അപ്പോൾ ഡെയിലി വൺ വേർഡിൽ ഞാൻ ആസ് യൂഷ്വൽ പതിവ് പോലെ 5 അടിപൊളി വൺ വേർഡ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്ക് സ്ട്രെയിറ്റ് അവേ അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോണ ഡെയിലി വൺ വേർഡ് ഏതാണ്? ആദ്യത്തത് ഫിയർ ഓഫ് ഡെഡ് ബോഡീസ്. ഫിയർ ഓഫ് ഡെഡ് ബോഡീസ് അല്ലേ? അതായത് നമ്മൾ കുറേ ഫിയേഴ്സ് നമ്മുടെ വൺ വേർഡ്സിൽ നമ്മൾ ഇതിന് മുമ്പൊരു നമ്മൾ വെള്ളത്തിൻ്റെ ഫിയർ ഹൈഡ്രോഫോബിയ, അല്ലെങ്കിൽ നമ്മളൊരു ഫിയർ പഠിച്ച എന്താണ് ഇൻസെക്ട്സിൻ്റെ ഫിയർ എൻറ്റമോഫോബിയ അല്ലേ? അതുപോലെ ഇതും വേറൊരു ഫിയറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം അതിൽ ഫോബിയ ഉണ്ടാവും. ഫിയർ എന്ന് വന്നാൽ തന്നെ അവിടെ എന്തുണ്ടാവും? ഫോബിയ ഉണ്ടാവും. അപ്പോൾ ഫിയർ ഓഫ് ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് നെക്രോഫോബിയ. ഓക്കെ, നെക്രോഫോബിയ. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഡെഡ് ബോഡീസിനെ കാണുമ്പോൾ തന്നെ ബോധം കെട്ട് വീഴണ ആൾക്കാർ, അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ഡെഡ് ബോഡീസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയുള്ള അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഹീ ഈസ് വെരി നെക്രോഫോബിക്, അല്ലെങ്കിൽ ഹി ഹാസ് ഓർ ഹി ഓർ ഷീ വാട്ട് എവർ ഇറ്റ് മേ ബി, ഷീ ഹാസ് നെക്രോഫോബിയ. അങ്ങനെ അവർക്ക് ഡെഡ് ബോഡീസ്, ഷീ ഈസ് അഫ്രൈഡ് ഓഫ് അല്ലെങ്കിൽ ഷീ ഹാസ് ഫിയർ ഫോർ ഡെഡ് ബോഡീസ് എന്ന് നമ്മൾ പറയണതിന് പകരം നമുക്കിനി അതൊരു വൺ വേർഡിൽ പറയാം, ഷീ ഈസ് നെക്രോഫോബിക്. ഓക്കെ, ഇനി എ ബിൽഡിംഗ് where animals are butchered. ആനിമൽസ് ആർ ബുച്ചേഡ്, അതായത് കശാപ്പ് ശാല. അതാണ് ആനിമൽസിനെ മുറിക്കുന്ന സ്ഥലം, അതാണ് കശാപ്പ് ശാല. അപ്പോൾ കശാപ്പ് ശാലയ്ക്ക് നമ്മൾ ഓൾറെഡി വേറെ കുറച്ച് പേരൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്ലോട്ടർ ഹൗസ്, അല്ലെങ്കിൽ എന്താ പറയുക ബുച്ചർ ഹൗസ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒരു നല്ല ഒരു വേർഡ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു അടിപൊളിയായി തോന്നണ ഒരു വൺ വേർഡ് ഇംഗ്ലീഷിലുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോണേ, അബാറ്റോയർ. ABTTOIR, അബാറ്റോയർ. ഓക്കെ, അതാണ് സ്ലോട്ടർ ഹൗസ്, അതായത് കശാപ്പ് ശാല, മൃഗങ്ങളെ മുറിക്കണ സ്ഥലം. കൺസപ്ഷന് വേണ്ടി, കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്താവശ്യത്തിനായാലും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളെ മുറിക്കണ സ്ഥലത്തിന് നമ്മൾ പറയണ പേരാണ് അബാറ്റോയർ. സ്ലോട്ടർ ഹൗസ്, ബുച്ചർ ഹൗസ് എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ഈ വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണ നെക്സ്റ്റ് സ്ട്രോങ് ഡീപ്പ് ഡിസ്ലൈക്ക് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കര ഒരു വെറുപ്പ് അല്ലേ? ചില സാധനങ്ങളോടോ ചില സംഭവങ്ങളോടോ ചില മനുഷ്യന്മാരോടൊക്കെ നമുക്ക് ഭയങ്കരമായ ഒരു വെറുപ്പുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വൺ വേർഡാണ് ആൻറ്റിപ്പതി. ആൻറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എഗെയിൻസ്റ്റ് അല്ലേ, അതിനെതിരായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ആൻറ്റിസെപ്റ്റിക് അല്ലേ? അപ്പോൾ ഈ സെപ്റ്റിക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. സെപ്റ്റിക്കിനെതിരായിട്ട് ആൻറ്റിസെപ്റ്റിക്. ഓക്കെ, അതേപോലെ ഇപ്പോൾ എന്താ പറയുക ആൻറ്റി വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക യുദ്ധം. അപ്പോൾ വാറിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി വയലൻസിനെതിരായിട്ടുള്ള, അങ്ങനെ ആൻറ്റി AUNTY ഓൺടി എന്നൊരു വാക്കുണ്ട്. അത് നമ്മളെന്താ പറയുക നമ്മുടെ അമ്മായി അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നമ്മുടെ റിലേഷനിൽ വരുന്നതാണ് ഈ ഓൺടി എന്ന് പറഞ്ഞാൽ. അമ്മായി, അപ്പച്ചി അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിന് നമ്മൾ ഓൺടി എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഈ ANTI എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യും? എഗെയിൻസ്റ്റ്, എതിരാണ് എന്നുള്ള പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ആൻറ്റി. അപ്പം ആൻറ്റിപ്പതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പീപ്പിൾ എന്ന് വേണ്ട, പേഴ്സൺസ്.
persons living in same period. അല്ലേ? നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സമകാലികൻ അല്ലെങ്കിൽ സമകാലികർ എന്ന് പറയും. അതായത് ഒരേ കാലത്ത് ജീവിച്ച ആൾക്കാർ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ചില കവികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ഉള്ള ആൾക്കാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, അവർ സമകാലികരായിരുന്നു, ഒരേ കാലത്തുള്ള ആൾക്കാരാണ്. സോ അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഷേക്സ്പിയർ, പുള്ളി അവിടെ എന്താ പറയുക, നമ്മുടെ ഇംഗ്ലീഷ് പോയറ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാളിദാസ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ ഒരു പോയറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സമകാലികരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് കണ്ടംപററീസ്. കണ്ടംപററീസ്. ഓക്കെ, സമകാലികർ. ഇപ്പം നമ്മൾ ആധുനിക മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ വള്ളത്തോളും ഉള്ളൂരും അവർ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ അപ്പോൾ അവർ നമുക്ക് എന്ത് പറയാം? സമകാലികർ എന്ന് പറയും. ഇപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും അവർ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗാന്ധിജി ആൻഡ് നെഹ്റു ആർ കണ്ടംപററീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എ പേഴ്സൺ ഹു ഡിമാൻഡ് സ്ട്രിക്റ്റ് കൺഫോമിറ്റി ടു റൂൾസ്. അതായത് ഈ നിയമങ്ങളൊക്കെ, റൂൾസൊക്കെ കറക്റ്റായി ഫോളോ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഭയങ്കര കർശനമായി നിയമം ഫോളോ ചെയ്യുന്ന ആൾ. നിയമമായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യണം, ഇന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യണം, ഒരു പ്രത്യേക നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന, ഭയങ്കര കർശനമായിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പറയുന്ന വേർഡാണ് മാർട്ടിനെറ്റ്. അതായത് ഇപ്പം ആർമി ഓഫീസർ, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർമി ഓഫീസർ, അവർക്ക് അവിടെ ഒരു ചിട്ടയുണ്ടല്ലേ. അവർ 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ അവർ 4 മണിക്ക് എണീക്കും, അവരുടെ എക്സസൈസ് ചെയ്യും, 8 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും, 1 മണിക്ക് തന്നെ ലഞ്ച്. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായി ജീവിക്കണം, ആ ഒരു രീതിക്കനുസരിച്ച് സ്ട്രിക്റ്റായി ജീവിക്കണം അങ്ങനത്തെ ആൾക്കാർ. സോ അങ്ങനെ ആ ഒരു സ്ട്രിക്ട്നെസ് റൂൾസിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് മാർട്ടിനെറ്റ്. അങ്ങനെ ഫോളോ ചെയ്യാൻ ബാക്കിയുള്ളവരെയും നിർബന്ധിക്കുന്ന ആൾക്കാർ, അവരും അങ്ങനെ ആയിരിക്കും. അവർ വേറെ ആൾക്കാർ നിങ്ങളങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. സോ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് മാർട്ടിനെറ്റ്. സോ അപ്പോൾ നമുക്കിപ്പോൾ മാർട്ടിനെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദർ ഈസ് ആൻ ആർമി ഓഫീസർ സ്റ്റേയിങ് നിയർ മൈ ഹൗസ് ആൻഡ് ഹീ ഈസ് എ മാർട്ടിനെറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഭയങ്കര ഒരു പട്ടാളച്ചിട്ടയുള്ള ഒരാളാണ്. അങ്ങനെ ആ പട്ടാളച്ചിട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അങ്ങനത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? മാർട്ടിനെറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5 1 വേർഡ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതും ഇതേപോലെ നമ്മൾ ഡെയിലി പറയാറുള്ള പോലെ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ചാൻസ് കിട്ടുമ്പോൾ യൂസ് ചെയ്യുക. കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഒരു ലാംഗ്വേജ് നമുക്ക് എപ്പോഴാണ് ഫ്ലുവൻ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ അത് രജിസ്റ്റർ ആവുമെന്ന് വെച്ചാൽ നമ്മളത് കൂടെ നമ്മളത് യൂസ് ചെയ്യണം. നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് അതിനൊരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസുമായിട്ടോ നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഈ വേർഡ്സൊക്കെ നിങ്ങൾ ഫെമിലിയറൈസ് ആക്കുക, കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾ ഫെമിലിയർ ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ എക്സാമിൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മറന്ന പോലെ നിങ്ങൾക്ക് തോന്നിയാലും നമ്മൾ എക്സാമിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഫിയർ ഓഫ് ഡെഡ് ബോഡീസ്. അപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ടാകും, ഹൈഡ്രോഫോബിയ, എൻറ്റമോഫോബിയ, നെക്രോഫോബിയ, ആ ഫോബിയ, ഈ ഫോബിയ എന്ന് കുറേ ഫോബിയാസ് ഉണ്ടാകും. അപ്പോൾ നമ്മളതിൽ കണ്ടിട്ട് യെസ് ഇത് നമ്മൾ പഠിച്ചതാണ്, നമ്മളൊരു 4-5 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും, യെസ് ഇറ്റ്സ് നെക്രോഫോബിയ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമല്ല, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമല്ല, ജനറലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ കുറേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പബ്ലിക്കായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറേ വലിയ ആൾക്കാരിരിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുവാണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല.
ഇല്ല നമ്മൾ ഒരാളെ കാണിച്ചിട്ട് നമ്മൾ പറയുകയാണ് ഓ ഷീ ഹാസ് ഫിയർ ഫോർ ഡെഡ് ബോഡീസ് എന്ന് നമ്മൾ പറയുന്നതും ഓക്കെയാണ്, കുഴപ്പമില്ല, നമ്മുടെ ആശയം കൺവേ ആയി. ബട്ട് എന്നാലും ഷീ ഈസ് നെക്രോഫോബിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന പോലെ, അവിടെ ഇംഗ്ലീഷുകാർ പറയണ പോലെ തന്നെ നമുക്കും സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഓക്കെ. അപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളത് വിട്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രീതിയിലും കൂടെ നിങ്ങൾ ഇതിനെ കണ്ടാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെയിലി പറയണ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി വീഡിയോസ് റെഗുലറായി ഫോളോ ചെയ്യുക. ഇതേപോലെ വേറെ അടിപൊളി 1 വേർഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.